ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും ഇഡ്ഡലി, ദോശ, പുട്ട് ഇതൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ റെസിപ്പി. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു കപ്പോളമുള്ള റവ. ഇത് പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന തരിതരിയോട് കൂടിയുള്ള റവയാണ്. നമ്മളിത് മിക്സിയിൽ അടിച്ച് പൊടിച്ചൊന്നും എടുക്കുന്നില്ല. അങ്ങനെ തന്നെ ഒരു കപ്പോളം, ഏകദേശം ഒരു 200 ml വരുന്ന റവ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് അതേ ഏത് കപ്പിലാണ് നിങ്ങൾ അളന്നത് അതേ കപ്പിൽ ഒരു അര കപ്പോളമുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ഇത് അധികം പുളിയില്ലാത്തതായതുകൊണ്ടാണ് അര കപ്പ് ചേർത്തിട്ടുള്ളത്. ഇപ്പം അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കപ്പോളം മാത്രം ചേർത്താൽ മതിയാവും. നമുക്ക് പുളി ഒത്തിരി ആവശ്യമില്ല. നമുക്കൊരു ദോശ, ഇഡ്ഡലിക്കൊക്കെ ഉള്ള മാവ് നമ്മൾ അരച്ച് വെക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പുളി കാണത്തില്ലേ, അത് അത്രയും പുളി മതിയാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്തിരി കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് അത്യാവശ്യം ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 കപ്പോളമുള്ള വെള്ളം, സാധാരണ പൈപ്പിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്ക് ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഈ റവയൊക്കെ നന്നായിട്ട് ഈ തൈരൊക്കെ കുടിച്ച് ഒന്ന് കുതിരണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ റവയൊക്കെ അവിടെ കുതിരാൻ നിൽക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1/4 ടീസ്പൂണോളം ഉള്ള കടുക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉള്ള നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജീരകം ചേർക്കാനാണ് ഞാൻ പറയുക, കാരണം ഇതൊരു പൊട്ടറ്റോ, ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മസാലക്കൂട്ടായതുകൊണ്ട് ഇപ്പം നെഞ്ചെരിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ജീരകം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് അതൊന്ന് മുരിയുന്നത് വരെ മാത്രം, ഒത്തിരിയല്ല, ചെറുതായിട്ട് നിറം മാറുന്നത് വരെ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു സവോള, ഒരു മീഡിയം സൈസായിട്ടുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സവോള ഇതുപോലെ ചെറുതായി അരിയണം എന്നില്ല, പകരം നീളത്തിലാണെങ്കിൽ അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കത് ഏകദേശം ഒരു മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് നിറം മാത്രം മാറിയാൽ മതി, ഒത്തിരി അങ്ങ് വഴണ്ട് വരണ്ട. അപ്പോൾ സവോളയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് നിറക്കൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ പുളിയില്ലാത്തൊക്കെ ഒരു തക്കാളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തത്. അപ്പം നമുക്ക് തക്കാളിയുടെ ഒരു സ്വാദ് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ, ഒത്തിരി പുളിയൊന്നും വേണം എന്നില്ല. അപ്പം ഇനി 1 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വേറൊന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് മുളക് പൊടിയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഉള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും വേറൊരു സ്വാദായിപ്പോവും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി അത് നന്നായിട്ട് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 3 എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസായിട്ട്, ഒത്തിരി വലിപ്പമുള്ള ഉരുളൻകിഴങ്ങല്ല, മീഡിയം സൈസായിട്ടുള്ള 3 ഉരുളൻകിഴങ്ങാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുന്നേ സവോളയിൽ ചേർത്തതാണ് ഉപ്പ്, എങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഉരുളൻകിഴങ്ങിൽ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉരുളൻകിഴങ്ങിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്, ഈ റവയുടെ ദോശയ്ക്കകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് പൂരിക്കൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ മസാല ദോശയുടെ അകത്ത് ഉണ്ടാവുന്ന ആ ഫില്ലിങ്ങിൻ്റെ പോലെയാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അല്പം മല്ലിയില ഒന്ന് വെതറി കൊടുക്കാം. മല്ലിയില തന്നെ വേണം എന്നില്ല, മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം.
ഇതാ മസാല ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് കാണാനും കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. ഇനി നമുക്ക് എന്തായി റവ എന്ന് നോക്കാം. ഇതാ റവ ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുവാണ്. അത് നല്ലതാണ്. ഈ റവ എല്ലാം നമ്മുടെ തൈരൊക്കെ കുടിച്ചിങ്ങനെ എന്താ പറയുക, ആ ഓരോ റവയുടെ ഓരോ മണികളിലും നമുക്ക് ആ പുളിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് അടിച്ച് നന്നായിട്ടൊരു ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് കിട്ടണം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ കുതിർന്ന് വെച്ചിട്ടുള്ള റവ ഈ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട്, വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്, അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ആദ്യം ഒരു 1/4 കപ്പോളം ഉള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത്, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ദോശ ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ശരിക്കും നമുക്കത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല പുളിയൊക്കെയുള്ള നല്ലൊരു ദോശമാവിൻ്റെ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു ബാറ്റർ പോലെ തന്നെ ഇരിക്കും. കണ്ടോ, നന്നായി തിക്കുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം അല്പം ആഡ് ചെയ്യണം എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അല്പം കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്, കാരണം ഇത് ഒത്തിരി കട്ടിയായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പിൽ പോലും ഇല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള വെള്ളമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ടൊന്ന് നമുക്കതൊരു കറക്റ്റ് ബാറ്റർ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ആദ്യം അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 നുള്ളോളമുള്ള ജീരകപ്പൊടി, നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 2 നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഇഷ്ടമാണ് ഈ ഊത്തപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് അല്പം സവോളയൊക്കെ അരിഞ്ഞിടാം. ഇനി തക്കാളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ അരിഞ്ഞിടാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദും ഫ്ലേവറൊക്കെ നമ്മുടെ ആ ഒരു ദോശയ്ക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ അത്യാവശ്യം വലിപ്പത്തിലും വട്ടത്തിലും ഒക്കെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ദോശയുടെ സൈഡിലൊക്കെ അല്പം എണ്ണ, അതുപോലെ ദോശയുടെ മേലിലൊക്കെ അല്പം എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഞാൻ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ദോശ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ദോശകളും ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 എണ്ണമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി തീരെ നൈസായിട്ടല്ല, എന്നാൽ അത്യാവശ്യം നൈസായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കിനി ഇതിനകത്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കട്ടിംഗ് ബോർഡിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു ദോശ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി കാണിക്കാം, എങ്ങനെയാണ് അവിടെ ഞാൻ കൊടുക്കാറെന്നുള്ളത്. ഇപ്പോൾ അവർ സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിന് ഞാനിത് ചിലപ്പോൾ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിനകത്ത് ഫില്ല് ചെയ്യാം. എന്നിട്ട് 2 സൈഡിൽ നിന്നും മടക്കുക. അതുപോലെ തന്നെ താഴത്തെയും മേലത്തെയുള്ള ആ ഒരു സൈഡും കൂടെ മടക്കി കഴിഞ്ഞെന്ന നമ്മുടെ എന്താ പറയുക ഒരു ഷേപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ മടക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നും കൂടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആ ഒരു നിറക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ റവ പോക്കറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു ഷേപ്പിനകത്താക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്നത് പോലെ നടുക്കിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ ഒന്ന് മടക്കി വെക്കാം, അങ്ങനെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കാണാണ്. അപ്പോൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇത്രയും റോൾ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള അതേ പാനിൽ തന്നെ ചെറുതായിട്ടൊന്ന് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് ഏകദേശം ഒരു സൈഡ് ഒരു 1 മിനിറ്റ്, അത്രയും വേണ്ട, നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ കളർ ചേഞ്ച് കാണാൻ പറ്റും. ആ ഒരു കളർ മാറുന്നത് വരെ നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ഒന്ന് വറുത്ത് കോരല്ല, ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം.
അപ്പോൾ ആദ്യത്തെ റവ പോക്കറ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ചെറുതായിട്ട് ഇതിൻ്റെ നിറക്കം മാറി ഒരു ഗോൾഡിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരുവൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇതുപോലെ തന്നെയാണ് നമുക്ക് നമ്മൾ ചുരുട്ടി റോളാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കണം. അതിനായിട്ട് അല്പം എണ്ണ തൂത്തിട്ടുണ്ട്. ഇനി നമുക്കതും ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ കാണാൻ ഭംഗിക്കൊക്കെ വേണ്ടി നമുക്ക് അല്പം മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം, തികച്ചും ഓപ്ഷണലാണ്. ഇതാ നമ്മുടെ ഈ റോൾ റെഡിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനി മസാല ദോശ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇതിനകത്ത് നമ്മൾ മസാല ദോശയുടെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാനായിട്ട് ഇതുപോലത്തെ പോക്കറ്റുകളാക്കി നമുക്ക് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നി നല്ലതാണ്, പ്രത്യേകിച്ച് തേങ്ങ ചട്നി നല്ലതാണ്. പിന്നെ അതല്ല സാമ്പാർ നല്ലതാണ്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. ഇനിയിപ്പോൾ ചിക്കൻ കറി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയും പോവും, കഴിക്കാനും പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. പിന്നെ നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഞാൻ നടുക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതേപോലെ ഇരിക്കും. ഇതിൻ്റെ സ്റ്റഫിംഗ് ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കുമാണ് ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നും ഒരേ തരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊക്കെ മടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.